ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് തുടർന്ന് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് അപർണ പ്രഭാവതിയുമായി സംസാരിക്കുന്ന രംഗങ്ങളാണ്. സംസാര വിഷയം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളത് കേട്ടതാണ്. മുത്തശ്ശിയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടതിനോടുള്ള എതിർപ്പ് പ്രഭാവതി പ്രകടിപ്പിക്കുകയാണ്. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എൻ്റെ കൺമുൻപിൽ വെച്ച് ഒരു മഹാപാപം നീ ചെയ്തു, അതിനകത്ത് എന്നെയും നീ കൂട്ടാളിയാക്കിയല്ലോ എന്നുള്ള ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അപർണ പറയുകയാണ്, അമ്മയ്ക്ക് അവിടെ വെച്ച് തന്നെ എതിർത്ത് പറയാമായിരുന്നല്ലോ. പിന്നെ എന്താണ് അമ്മ വാപൂട്ടി അവിടെ നിന്നത്? മുത്തശ്ശിയെ കൊണ്ടുള്ള ഉപദ്രവം അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ? എന്നിട്ട് പഴി ഇപ്പോൾ എനിക്കും. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ നടുവിലേക്ക് ആ സമയത്ത് നിരഞ്ജന കയറി വരുന്നുണ്ട്. നിരഞ്ജനയെ കണ്ടുകൊണ്ട് അപർണ പറയുകയാണ്, നിരഞ്ജന തന്നെയാണ് ഭാഗ്യവതി. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിരഞ്ജനയ്ക്ക് അറിയണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, അതിനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എന്താണ് ഉണ്ടായത്? നിരഞ്ജനയുടെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പ്രഭാവതിയാണ് സംസാരിക്കുന്നത്. ജാനകി വലിയ ബാഗുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്തിനാണെന്നാണ് ഇപ്പോൾ അപർണയ്ക്ക് അറിയേണ്ടത്. നിന്നോട് എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്ക്. അതിന് നിരഞ്ജന, വലിയ ബാഗുമായിട്ടാണ് ഏട്ടത്തി പോയതെങ്കിൽ ഉടനെ മടങ്ങി വരില്ല എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള അന്വേഷണം കുറച്ച് ദൂരേക്കായിരിക്കും എന്നാണ്. അപ്പോൾ അപർണ, ഇപ്പോൾ ജാനകി പോയതേ തനിച്ചല്ല, ഭർത്താവിൻ്റെയും മകളുടെയും കൂടെയാണ്. പൊന്നുവിനെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു പോയിരുന്നതെങ്കിലേ അമ്മയെ തേടിയായിരുന്നു എന്നുള്ള ആ പഴയ പല്ലവി ആവർത്തിക്കാം. പക്ഷെ ഇതിപ്പോൾ അടുത്തെങ്ങും ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല എന്നുള്ള രീതിയിലല്ലേ പോയിരിക്കുന്നത്. അമ്മയുടെ പേര് പറഞ്ഞു പോയിരിക്കുന്നത് മറ്റെന്തോ മറയ്ക്കാനാണ്. ജാനകിക്കും അബിക്കും മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അമ്മയുടെ പേര് പറഞ്ഞാൽ മറ്റെല്ലാവരും വിശ്വസിക്കുമല്ലോ. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, പൊന്നുവിനെയും കൂട്ടിയുള്ള ആ പോക്ക് കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അമ്മയെ അന്വേഷിച്ച് ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നുവെന്നാണ്. ജാനകിക്ക് അവളുടെ അമ്മയെപ്പറ്റി എന്തോ സൂചന കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ കേരളത്തിന് പുറത്താണെങ്കിലോ? അപ്പോൾ അപർണ, ഇവിടെ തെരഞ്ഞിട്ട് നടക്കാത്ത കാര്യമാ കേരളത്തിന് പുറത്തു പോയിട്ട് സാധിക്കുന്നത്. പ്രഭാവതി അപ്പോൾ വീണ്ടും നിരഞ്ജനയോട് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അമ്മേ, ഏട്ടത്തിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഏട്ടത്തിയുടെ അമ്മയാണ്. ഇതുവരെയും അമ്മയെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല എന്നാണ് എന്നോട് ഏട്ടത്തി പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് വല്ലാത്തൊരു ദേഷ്യത്തോടെ അപർണ പറയുകയാണ്, ഒന്നുകിൽ നിരഞ്ജനയോട് ജാനകി സത്യങ്ങൾ പറയാത്തതാണ്, അല്ലായെങ്കിൽ നിരഞ്ജന എന്തൊക്കെയോ ഒളിക്കുകയാണ്. അതല്ലേ സത്യം. അതുകൊണ്ട് ഈ അമ്മത്താരാട്ട് നിരഞ്ജനയൊന്ന് വിട്ടുപിടിക്ക്. ചില കാര്യങ്ങളെ കൂടുതൽ അറിയാതിരിക്കുന്നതാണ് അപർണയെ നല്ലത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അപർണ തന്നെ എന്തെല്ലാം ദുസ്സൂചനകളാണ് പറഞ്ഞത്. അതൊക്കെ കേട്ടിട്ടും ഞാൻ അതിൻ്റെ പിന്നാലെ പോകാത്തത് അതറിയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. ഒടുവിൽ ഒരു കുത്തിയൊഴുക്കുണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അതുവരെ കുറച്ചു മനസ്സമാധാനമെങ്കിലും അനുഭവിക്കാമല്ലോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കരുതുന്നത്. ഇന്ന് കോടതിയിൽ ഒരു വാദമുണ്ടായതിൻ്റെ ത്രില്ലിലാണിപ്പോൾ ഞാൻ. അതുകൊണ്ട് മറ്റൊന്നും ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് നിരഞ്ജന അവരുടെ നടുവിൽ നിന്നും നടന്നു നീങ്ങുകയാണ്. നിരഞ്ജനയുടെ പോക്ക് കണ്ടുകൊണ്ട് പ്രഭാവതി അപർണയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്? അതെ, മക്കളുടെ ജീവിതത്തെക്കുറിച്ച് അധികാരവും അവകാശവും ഒന്നുമില്ലാത്ത അമ്മ തൽക്കാലം അതിപ്പോൾ അറിയണ്ട. ഈ സമയത്ത് അപർണയുടെ ഫോണിലേക്ക് തമ്പിയുടെ കോൾ വരുന്നുണ്ട്. അപർണ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തമ്പി സംസാരിക്കുന്നത് കേട്ടിട്ട് പെട്ടെന്ന് അപർണ ചോദിക്കുകയാണ്, സത്യമാണോ അച്ഛൻ പറഞ്ഞത്? അല്ല എങ്കിൽ പിന്നെ കുട്ടിയും പെട്ടിയും ഒക്കെ ആയിട്ട് എന്തിനാണ് അവൾ പോകുന്നത്? ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം പ്രഭാവതിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അപർണ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ അങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ് പ്രഭാവതി. തുടർന്ന് കാണുന്നത് ജാനകിയും അബിയും കൂടി നിൽക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് അബി സക്കീർ ഹുസൈനെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് സക്കീർ ഹുസൈൻ പറയുന്നുണ്ട്, ഞാൻ അബിയെ അങ്ങോട്ട് വിളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അബി ചോദിക്കുകയാണ്, എന്തായി? നമ്മുടെ ജില്ല വിട്ട് വാടക വീട് വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടോ? വീട് മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ, അധികം ദൂരത്തല്ലാതെ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കൂടെ ലഭിക്കണ്ടേ? അങ്ങനെ നോക്കിയാൽ പെട്ടെന്നൊരു വാടക വീട് കിട്ടി എന്ന് വരില്ല. ഇനി അമ്മയെ ഇവിടെ നിർത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് സക്കീർ ഭായിക്ക് അറിയില്ലേ? അങ്ങനെ ടെൻഷൻ അടിക്കാതെ അബി, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടിന്റെ കീ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ അബിയോട് സംസാരിക്കുന്നത്. വീട് കിട്ടിയോ? ഇത്ര പെട്ടെന്നോ? വീട് കിട്ടിയെന്ന് മാത്രവുമല്ല, ഡോക്ടർ സാബുവിന്റെ ക്ലിനിക്കിലേക്ക് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരവുമുള്ളൂ. എല്ലാം കൊണ്ടും സേഫ് ആയിട്ടുള്ള സ്ഥലം. എന്നാൽ സക്കീർ ഭായി, നാളെ തന്നെ നമുക്ക് എഗ്രിമെന്റ് എഴുതാം, വീട് കൈവിട്ടു പോകരുത്. എഗ്രിമെന്റ് ഒന്നും വേണ്ടെന്നേ, ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്, അയാളങ്ങ് ദുബായിലാണ്. പക്ഷേ കീ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് അത് തമാശയൊന്നുമല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടോളൂ, വൈകിട്ട് സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. രാവിലത്തേക്ക് ഡോക്ടർ സാബുവിൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ശരി, അപ്പോൾ നാളെ കാണാം എന്ന് പറഞ്ഞ് അബി വളരെ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ്.
തുടർന്ന് അബി ജാനകിയോട് പറയുകയാണ്, ദേ നാളെ രാവിലെ നമ്മൾ പുറപ്പെടുന്നു. സമയം കിട്ടുന്നുവെങ്കിൽ നാളെ വൈകിട്ട് തന്നെ അമ്മയെ ഡോക്ടറുടെ മുൻപിൽ എത്തിക്കണം. അപ്പോൾ ജാനകി പറയുകയാണ്, എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തി നൽകിയിട്ട് അബിയേട്ടൻ പൊയ്ക്കോ. ഇന്നുവരെ നമ്മൾ പിരിഞ്ഞു നിന്നിട്ടില്ല. വന്ന നാൾ മുതൽ കൂടെ അബിയേട്ടനുണ്ട്. എനിക്കൊരു വീടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രസവകാലത്തിലെങ്കിലും അബിയേട്ടനെ പിരിഞ്ഞുള്ള ദിവസങ്ങൾ എനിക്കുണ്ടാകുമായിരുന്നു. അപ്പോൾ അബി പറയുകയാണ്, ഒരു കുഞ്ഞിനു വേണ്ടിയാണല്ലോ ഭാര്യ ഭർത്താവിനെ പിരിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അമ്മയ്ക്ക് വേണ്ടി മകൾ പിരിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കുന്നു. അമ്മ ശരിക്കും ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലാണ്. അമ്മയെ തിരിച്ചു കൊണ്ടുവരണം. അതുമാത്രമേ നമ്മുടെ മുൻപിൽ ഇപ്പോഴുള്ളൂ. വീട് വിട്ടിട്ട് ജാനകി എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് പതിയെ ആലോചിച്ച് നമുക്കൊരു മറുപടി കണ്ടെത്താം. അമലും നിരഞ്ജനയും മാത്രം ഇപ്പോൾ സത്യം അറിഞ്ഞാൽ മതി. നമ്മളെ സംബന്ധിച്ച് മറ്റാരെയും ഇപ്പോൾ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഉടനെ ജാനകി വളരെ സങ്കടത്തോടെ പറയുകയാണ്, എൻ്റെ മോളെ ഓർക്കുമ്പോൾ പൊന്നുവിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ നോക്കിക്കൊള്ളാം. ഭർത്താവ് മകള് എന്നൊക്കെയുള്ള ചിന്ത ഇപ്പോൾ നീ മാറ്റിവെക്ക്. സുബോധത്തോടെ നിന്റെ അമ്മയെ തമ്പിയുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തുന്ന ആ ദിവസത്തിനു വേണ്ടിയാണ് ഇപ്പോഴെൻ്റെ കാത്തിരിപ്പ്. ഇതൊക്കെ പറഞ്ഞ് ജാനകിയെ അബി ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് കാണുന്നത് സക്കീർ ഹുസൈനെയാണ്. അദ്ദേഹം കാറിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പിറകിൽ നിന്നൊരു വിളിയാണ്, സക്കീർ വക്കീലേ. സക്കീർ ഹുസൈൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അജയ്യെയാണ്. അജയ് അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളായിരുന്നുവല്ലേ നിരഞ്ജനയുടെ എതിർഭാഗം വക്കീല്? അപ്പോൾ സക്കീർ ഹുസൈൻ, കോർട്ടിലെ നിരഞ്ജനയുടെ പെർഫോമൻസിനെ പറ്റി നിരഞ്ജന വന്നിട്ട് പറഞ്ഞു കാണുമല്ലോ അല്ലേ? പ്രതിഭാഗം വക്കീല് ഞാൻ തന്നെയായിരുന്നു. വാദിഭാഗം ഉണ്ണിത്താൻ വക്കീലിന്റെ ജൂനിയറാണ് എന്നാണ് ആദ്യം ഞാൻ കരുതിയത്. അത് കേട്ടിട്ട് അജയ് പറയുകയാണ്, സക്കീർ ഭായിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയല്ലോ. അച്ഛൻ്റെ വലിയ മോഹമായിരുന്നു മകളെ തൻ്റെ പിൻഗാമിയാക്കണമെന്ന്. നിയമബിരുദം എടുത്തു എന്നുള്ളതല്ലാതെ ഒരു കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊന്നും നിരഞ്ജനയ്ക്കറിയില്ല. എന്തൊക്കെയോ കുത്തിക്കുറിക്കലും കേസ് പഠിക്കലും ഒക്കെ ഞാൻ കണ്ടതാണ്. കാണാതെ പഠിച്ച എക്സാം എഴുതുന്നത് പോലെയാണെന്നാണ് അവളുടെ വിചാരം. ഞാനൊന്നും പറയാൻ പോകാതിരുന്നതാ. ഇനി മകളെ ഞാൻ പിന്തിരിപ്പിച്ചുവെന്ന് ഉണ്ണിത്താൻ വക്കീല് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കണ്ട. മോളുടെ സാമർഥ്യം അച്ഛൻ സ്വയം മനസ്സിലാക്കട്ടെ. അജയ് കാരണം മോളുടെ ഭാവി നശിച്ചു എന്നുള്ള ധാരണയങ്ങ് മാറിക്കിട്ടുമല്ലോ. കേസ് വിശ്വസിച്ചേൽപ്പിച്ച ആ ക്ലയന്റിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സഹതാപം. ഇത് കേട്ടിട്ട് പെട്ടെന്ന് സക്കീർ ഹുസൈൻ പറയുകയാ, സഹതപിക്കുന്നതേ എന്നെ വിശ്വസിച്ച് കേസ് ഏൽപ്പിച്ച ആ പ്രതിഭാഗമാണ്. അജയ് എന്തറിഞ്ഞിട്ടാണ് നിരഞ്ജനെ ഈ താഴ്ത്തിക്കെട്ടുന്നത്? ഉടനെ അജയ്, മനസ്സിലായില്ല. സെഷൻസ് കോർട്ടിലെ ഏതെങ്കിലും ഒരു വക്കീലിനെ വിളിച്ച് നിരഞ്ജനയുടെ പെർഫോമൻസിനെ പറ്റി അജയ് ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ അജയ്ക്ക് നിരഞ്ജനയോടുള്ള മനോഭാവം മാറിക്കിട്ടും. അല്ല, സക്കീർ ഹുസൈൻ എന്നെ കളിയാക്കിയതാണോ? ഏയ്, ഒരിക്കലുമല്ല. വിധി വരാനൊന്നും ഞാൻ കാത്തിരിക്കുന്നില്ല. നിരഞ്ജന തന്നെ ജയിക്കും. സക്കീർ ഭായ് തോറ്റുകൊടുത്താൽ എന്നുകൂടെ പറയും. എടോ, സ്വന്തം ഭാര്യയുടെ കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരാളോട് ഞാൻ എന്തു പറയാനാണ്? സ്നേഹിച്ചയാളെ സ്വന്തമാക്കുവാൻ സ്വന്തം കൈത്തണ്ട മുറിച്ച നിരഞ്ജനയെ മാത്രമേ അജയ്ക്ക് അറിയൂ. അവളിൽ ഒരഗ്നിയുള്ള കാര്യം അജയ് അറിയാതെ പോയി. പെണ്ണൊതുങ്ങുന്നതേ കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല, സ്നേഹം അവൾക്കൊരു ബലഹീനതയായതുകൊണ്ടാ. അത് വെച്ച് അവളെ വിലയിരുത്തരുത്. നിരഞ്ജനയുടെ പ്രകടനം നേരിൽ കണ്ട ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, അഡ്വക്കേറ്റ് ഉണ്ണിത്താന്റെ പിൻഗാമി നിരഞ്ജന തന്നെയാണെന്ന്. അല്ലേലും പുലിയുടെ കുഞ്ഞ് എലിയാവില്ലല്ലോ അല്ലേ? അജയ്ക്ക് അവളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിൽ വിഡ്ഢിയായ ഭർത്താവ് എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? ഇത്രയും പറഞ്ഞിട്ട് സക്കീർ ഹുസൈൻ കാറിൽ കയറി യാത്രയാകുമ്പോൾ ആകെ അവ്യക്തതയോടുകൂടി വഴിയരികിൽ പകച്ചു നിൽക്കുകയാണ് അജയ്. തുടർന്ന് കാണുന്നത് നിരഞ്ജന അടുത്ത ദിവസത്തെ വാദത്തിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന റൂമിലേക്ക് അജയ് കയറി ചെല്ലുന്ന കാഴ്ചയാണ്. അജയെ കണ്ടുകൊണ്ട് നിരഞ്ജന പെട്ടെന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അജയ് പറയുകയാണ്, നീ എന്നോട് കാണിക്കുന്ന ഈ അവഗണനയുണ്ടല്ലോ, അതിന് പിന്നീട് നിനക്ക് ഒരു ന്യായീകരണവും ഉണ്ടാവില്ല. ഇത് കേട്ടുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് അപർണ ചോദിക്കുകയാണ്, എന്താണ് അജയുടെ പ്രോബ്ലം? മാറ്ററിലേക്ക് വാ, എനിക്കാണെങ്കിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ അജയ്, എൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അജയെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെന്ന് കരുതി ഞാൻ അജയെ സംശയിക്കത്തൊന്നുമില്ല. എനിക്കത് ബോധ്യമാകണം. അല്ലാതെ സംശയരോഗിയായി പിന്നാലെ നടക്കുവാൻ എന്നെ കിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് അജയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാതെ എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതെന്നാണ്. ഈ തെറ്റ് ചെയ്തവരാണ് അതിനെ വെളുപ്പിക്കുവാൻ ഇങ്ങനെ ഓടി നടക്കുന്നത്. അജയോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ അങ്ങനെ വല്ലതുമുണ്ടോ? അജയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും ഇന്നുവരെ ഞാൻ കൈകടത്തിയിട്ടില്ല. അജയ് ഒരു ബിസിനസിന്റെ പിന്നാലെ നടക്കുന്നു. അത് എന്തു ബിസിനസ്സാണെന്ന് പോലും ഇന്നുവരെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വലിയൊരു എമൗണ്ട് കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ പോലും ബിസിനസ് പാർട്ണറെ ഒന്ന് കാണണമെന്ന് ഈ ഭാര്യയായി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് അജയ്യെ ഈ സമയം വരെയും വിശ്വാസമാണ്. അത് തന്നെയാണ് കാര്യം. മനസ്സിലെന്തോ വെച്ചുകൊണ്ടാണ് നീ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
എല്ലാം നിന്നെ ബോധ്യപ്പെടുത്തി തരുവാനും ഞാൻ തയ്യാറാണ്. നിന്റെ ഈ ഒഴിഞ്ഞുമാറ്റവും അവഗണനയും ഒന്ന് അവസാനിപ്പിക്ക്. നിന്റെ സാന്നിധ്യവും സ്നേഹവും എനിക്ക് വേണം നിരഞ്ജന. അജയുടെ ഈ വാക്കുകൾക്ക് നിരഞ്ജന മറുപടി പറയുകയാണ്. ഇതൊക്കെ വിവേകബുദ്ധി ഉറയ്ക്കാത്ത കാലത്ത് ഞാൻ അജയ്യോട് പറഞ്ഞ വാക്കുകളല്ലേ. ആ കാലമൊക്കെ പോയി അജയ്. ഇനി എല്ലാം പ്രാക്ടിക്കലായി നേരിടണം. എടുത്തുചാട്ടമല്ല ഇനി വേണ്ടത്. നിരഞ്ജന, നിനക്ക് കോടതിയിൽ പോകണമെങ്കിൽ അയക്കൂ. പക്ഷെ എന്തിന് 24 മണിക്കൂറും അതിന്റെ പിൻപിൽ സമയം ചിലവഴിക്കണം? നീ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് റൂമിലേക്ക് വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കുവാനുണ്ട്. അപ്പോൾ നിരഞ്ജന, എന്നിട്ട് നാളെ കോടതിയിൽ വാദം നടക്കുമ്പോൾ ഞാൻ അജയുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ അവിടെ പറഞ്ഞാൽ മതിയോ? വാദത്തിന്റെ തലേ ദിവസം ഒരു വക്കീൽ അനുഭവിക്കുന്ന ടെൻഷൻ അറിയാത്ത ആളാണോ അജയ്? എടി, നിന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച ശരണിനെ ഞാൻ നിന്റെ മുൻപിൽ കൊണ്ടുവരും. അവനെ കൊണ്ട് ഞാൻ സകലതും ഏറ്റു പറയിപ്പിക്കും. എന്റെ അജയ് വിശ്വസിച്ചിരിക്കുന്നത് ഒന്നും സത്യമല്ല. ശരൺ വന്നിട്ട് പറഞ്ഞിട്ട് വേണോ എനിക്ക് അജയ്യെ വിശ്വസിക്കുവാൻ? എന്ത് നോൺസെൻസ് ആണ് അജയ് പറയുന്നത്? അജയ്യെക്കുറിച്ച് ആദ്യം ശരൺ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അജയ്യോടുള്ള വിശ്വാസം നഷ്ടമായി എന്നങ്ങ് ധരിക്ക്. എന്നിട്ട് വീണ്ടും ശരൺ വന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നഷ്ടമായ വിശ്വാസം വീണ്ടും തിരിച്ചു കിട്ടുമോ? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണോ ഞാൻ? എനിക്ക് അജയ്യോട് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഞാൻ എന്തിനീ വീട്ടിൽ നിൽക്കണം? അതെന്താണ് അജയ് ചിന്തിക്കാതെ പോയത്? എനിക്ക് അജയ്യോടുള്ള വിശ്വാസത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ എന്തു ചെയ്യാം, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ അവസ്ഥ കേസും കോടതിയുമൊക്കെ ആയിപ്പോയി. ഇത്രയും കേട്ടുകൊണ്ട് വല്ലാത്തൊരു വിദ്വേഷത്തോടു കൂടി അജയ് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ നിരഞ്ജന മനസ്സിൽ പറയുകയാണ്, നിന്റെ മുൻപിൽ നിരഞ്ജന ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ ആക്ട് ചെയ്യും. നീ അത് തിരിച്ചറിയുകയും വേണം. നീ അത് അർഹിക്കുന്നതാണ്. തുടർന്ന് കാണുന്നത് പ്രഭാവതിയും തമ്പിയും തമ്മിലുള്ള സംസാരമാണ്. തമ്പി പറയുകയാണ്, ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കാനാണ് പ്രഭയെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോൾ പ്രഭാവതി, അതൊക്കെ എന്നോടെന്തിനാണ് ചോദിക്കുന്നത്? എനിക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവുമില്ല. പെട്ടെന്ന് അപർണ പറയുകയാണ്, അമ്മയുടെ സ്ഥാനം ഇല്ലാതാക്കിയത് അമ്മ തന്നെയല്ലേ? അബിയും ജാനകിയും ഇപ്പോൾ ഇവിടുന്ന് പോയില്ലേ? അച്ഛൻ അമ്മയോട് എത്രയോ തവണ പറഞ്ഞതാ എല്ലാവർക്കും ഈ വീട്ടിൽ അധികാരമുണ്ടാകേണ്ടതിന് അമ്മയുടെ പേരിലേക്ക് ഈ വീട് എഴുതി വാങ്ങാൻ. അത് നടക്കാതെ വന്നതുകൊണ്ടാവും നീ ഈ വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞയച്ചിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. കേട്ടോച്ചാ, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതേ വലിയ കുറച്ചിലായിട്ടാണ് അമ്മ കരുതുന്നത്. അമ്മയുടെ ഈ മനോഭാവം വെച്ച് നോക്കുമ്പോൾ അച്ഛൻ്റെ ഭാര്യ ചെയ്യുന്നതും അടുക്കളപ്പണിയല്ലേ അച്ഛാ? എടി മോളെ, പ്രഭാവതി ജീവിച്ചത് മഹാറാണിയെ പോലെയല്ലേ? മക്കൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും വെച്ചു വിളമ്പിക്കൊടുക്കുന്നത് പ്രഭാവതിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇനിയും സമയം വൈകിട്ടൊന്നും ഇല്ല പ്രഭേ. അബിയും ജാനകിയും ഇനി ഇങ്ങോട്ട് വരില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. ജാനകി ഏതോ വലിയ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് എന്നൊരു സംസാരവുമുണ്ട്. അമ്മയെ തേടി നടന്ന് നാണം കെട്ടതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അപർണ ചോദിക്കുകയാണ്, അച്ഛന് അത് ഉറപ്പാണോ? എങ്ങനെയാണ് അവൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുന്നത്? നിന്റെ മുൻപിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് താമസിക്കാതിരിക്കുന്നത്? അപ്പോൾ അബിയും ജാനകിയും ഇങ്ങോട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായേ. പിന്നെയുള്ളത് അജയുടെ കാര്യമാണ്. അവൻ ബാംഗ്ലൂരിൽ ഏതോ ഉടായിപ്പ് കറക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ അവൻ്റെ നിഴല് പോലും പ്രഭ കാണില്ല. പിന്നുള്ളത് അമലാണ്. ആ വായി നോക്കിക്ക് ഏട്ടൻ്റെ പേരിലുള്ള വീട്ടിൽ കുടികിടപ്പായിട്ട് താമസിക്കുന്നതിന് ഒരു മടിയുമില്ല. പക്ഷേ എൻ്റെ മോൾക്ക് അത് നടപ്പുള്ള കാര്യമല്ല പ്രഭേ. തമ്പിയുടെ മോൾക്കേ കണ്ടവൻ്റെ വീട്ടിൽ കുടികിടക്കേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് പ്രഭാവതി ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത്? അബിയെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളെല്ലാം നിങ്ങളങ്ങോട്ട് പറയണം. വീട് വിട്ടെഴുതി തരാൻ തയ്യാറല്ല എങ്കിൽ സൂര്യനാരായണന്റെ ഭാര്യ ഏതെങ്കിലും അനാഥാലയത്തിൽ പോകുമെന്ന് നിങ്ങൾ അങ്ങോട്ട് പറയണം. അതിന്റെ അപമാനം ആർക്കാ? അബിക്ക് തന്നെയാണ്. ഇനിയെങ്കിലും കുറച്ച് വിവേകബുദ്ധി കാണിക്കുക എൻ്റെ പ്രഭേ. ഈ വീട് സ്വന്തമായാൽ പ്രഭ പിന്നെ ആരെ പേടിക്കാനാണ്? വിശ്വനാഥൻ തമ്പിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് കലി കയറി ഒടുവിൽ പ്രഭ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പോവുകയാണ്. പ്രഭയുടെ പോക്ക് കണ്ടിട്ട് അപർണ അച്ഛൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുക, ദേ, അച്ഛൻ്റെ ഈ അടവുകളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഭർത്താവിൻ്റെ സ്വത്ത് പോലും വേണ്ടെന്നുള്ള രീതിയിലാണ് അവരിവിടെ ജീവിക്കുന്നത്. അപ്പോൾ തമ്പി പറയുകയാണ്, പ്രഭ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് സാരം. സുമംഗലാമയ്ക്ക് ശേഷം അടുത്ത ഊഴം പ്രഭയ്ക്ക് തന്നെയാണ്. അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലച്ചാ. ഇവിടെ ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരാടി മോളെ ഉള്ളത്? നീ കുറച്ചുകൂടി ഒന്ന് കടുപ്പിക്ക്. പ്രഭ ഗതി കെട്ട് തനിയെ ഇറങ്ങും. പ്രഭ വീട് വിട്ടിറങ്ങിയാൽ പന്ത് നമ്മുടെ കോർട്ടിൽ വരും. സൂര്യനാരായണന്റെ ഭാര്യയ്ക്ക് അനാഥാലയം തന്നെ ശരണം. അത് വെച്ച് ഞാനൊന്ന് പൊലിപ്പിക്കില്ലേ? പൊള്ളുന്നത് അബിക്കാണ്. അവനെ കൊണ്ട് ഞാൻ ഈ വീട് വീണ്ടും പ്രഭയുടെ പേരിൽ എഴുതിപ്പിക്കും. പ്രഭയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. നമുക്കതിന് കഴിഞ്ഞാൽ സൂര്യനാരായണന്റെ ഒരു മക്കളും പിന്നെ അളകാപുരി വീടിന്റെ പടി ചവിട്ടില്ല മോളെ.
തമ്പിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് അപർണ അങ്ങനെ മൗനമായി നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് വക്കീൽ ഓഫീസിന്റെ മുമ്പിൽ നിരഞ്ജനയെ കാത്തു നിൽക്കുന്ന അമൃതയെയാണ്. ആ സമയത്ത് നിരഞ്ജന ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, സോറി, ഒരു 5 മിനിറ്റ് ലേറ്റായി, പെട്ടെന്നൊരു ക്ലയന്റ് കയറി വന്നു. അപ്പോൾ അമൃത പറയുകയാണ്, നിരഞ്ജനയുടെ ഈ മാറ്റം എന്നെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? വാദിച്ച് ജയിക്കുവാൻ മനസ്സുറപ്പുള്ള ഒരു പെണ്ണായി മാറിയത് എത്ര പെട്ടെന്നാണ്. നിരഞ്ജന ഒരു പൊട്ടിപ്പെണ്ണാണെന്ന് കരുതിയവർക്കെല്ലാം തെറ്റി. അത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ്, പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല അമൃത. എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ ധൈര്യം നൽകിയത് ജാനകിയടത്തിയാണ്. വീഴുമെന്ന് തോന്നുമ്പോൾ പെണ്ണിന് ഒരു ചെറിയ കൈത്താങ്ങൽ മാത്രം മതി. പിന്നെ അവളുടെ നീക്കമെല്ലാം പുരുഷനേക്കാൾ വേഗത്തിലായിരിക്കും. ഇനി എനിക്ക് കാലിടറില്ല അമൃത. ആ വിശ്വാസത്തിൽ തന്നെ നിനക്കിനി എന്നോട് സംസാരിക്കാം. അജയ് ബന്ധം പുലർത്തുന്ന ആ പെണ്ണ്, അത് ഹണിറോസ് അല്ലേ? പെട്ടെന്നുള്ള നിരഞ്ജനയുടെ ഈ ചോദ്യം കേട്ടിട്ട് അമൃത ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. മടിക്കാതെ അമൃത പറഞ്ഞോളൂ. നിരഞ്ജനയെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അമൃത ഒടുവിൽ വിക്കി പറയുകയാണ്, അതെ. അല്ല, നിരഞ്ജനയ്ക്ക് അതെങ്ങനെ മനസ്സിലായി? ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല അമൃതേ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഹണിറോസും അജയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അമൃതയ്ക്ക് അറിയുമോ? ലിവിങ് ടുഗദർ പോലെ എന്തെങ്കിലുമാണോ? അതു പിന്നെ നിരഞ്ജന, ശരണിൽ നിന്നുള്ള അറിവ് മാത്രമേ എനിക്കതേക്കുറിച്ചുള്ളൂ. 4 വർഷമായി അവർ തമ്മിൽ അടുപ്പമുണ്ട്. അമൃത ഇത് പറയുമ്പോൾ നിരഞ്ജന പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നുണ്ട്. വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി താനിങ്ങനെ പരിസരം നോക്കുകയാണ്. തുടർന്ന് വീണ്ടും അമൃത പറയുകയാണ്, അവരുടെ ബന്ധത്തിന് എന്തു പേരാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ അന്വേഷിച്ചറിയണം. ഹണിറോസിൽ നിന്ന് ശരണിന് അജയ് വഴി ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരൺ അവർ തമ്മിലുള്ള യഥാർത്ഥ റിലേഷനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, ഈ ഹണിറോസ് അടുത്ത കാലത്തെങ്ങാനും നാട്ടിൽ വന്നതായിട്ട് ശരണിനറിയുമോ? ഇല്ല, ഉറപ്പായും വന്നിട്ടില്ല. അമൃതേ, ഞാൻ ഒരു പ്രശ്നത്തിനും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഹണിറോസും അജയും തമ്മിലുള്ളത് അവിശുദ്ധ ബന്ധമാണെങ്കിൽ പോലും ഞാൻ ഒഴിഞ്ഞുകൊടുക്കും. പക്ഷേ അതിന് ശക്തമായൊരു എവിഡൻസ് എനിക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി എത്ര കാലവും വേണമെങ്കിൽ കാത്തിരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അമൃത പറയുകയാണ്, എനിക്ക് പറയാനുള്ളത് നിരഞ്ജന എന്നെ പോലെ എടുത്തു ചാടിയൊന്നും ചെയ്യരുത് എന്നാണ്. അനുഭവം കൊണ്ട് പഠിച്ചവളാണ് ഞാൻ. ഹണിറോസുമായിട്ട് പരിചയത്തിലായതിനു ശേഷമാണ് അജയ് നിരഞ്ജനയെ സ്നേഹിച്ചത്. അവളെ അവൻ അങ്ങനെ ഇഷ്ടമായിരുന്നുവെങ്കിൽ നിന്നോട് സ്നേഹം തോന്നേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് അജയുടെ മനസ്സിൽ ഇപ്പോഴും നീ ഉണ്ട് എന്ന് തന്നെയാണ്. അജയിലുള്ള എൻ്റെ വിശ്വാസമെല്ലാം പോയി അമൃത. ഇനി എനിക്ക് അറിയുവാനുള്ളത് അജയുടെ ഈ ഞാൻ അറിഞ്ഞ പരസ്ത്രീ ബന്ധം സത്യമാണോ എന്നുള്ളത് മാത്രമാണ്. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു മുറിയിൽ കാണുവാനുള്ള അവസരം എനിക്ക് ഒരുക്കിത്തരണമെന്ന് അമൃത ശരണിനോട് പറയണം. നിരഞ്ജന ഉന്നയിച്ച ഈ ആവശ്യം കേട്ടുകൊണ്ട് ഞെട്ടി നിൽക്കുന്ന അമൃതയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ ആണ്. ശരണാലയത്തിൽ നിന്നും ജാനകി തൻ്റെ അമ്മയുമായി പുതിയ വീട്ടിലേക്ക് എത്തുകയും ആ വീട്ടിൽ ചെന്നതിന് ശേഷം അബി ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അമ്മ വേറെ അസ്വസ്ഥതകളൊന്നും കാണിക്കുന്നില്ലല്ലോ? അല്ല, ശരണാലയം വിട്ടതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അമ്മ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് മറ്റൊരിടത്തേക്ക് പോകുവാൻ അമ്മ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അബി പറയുകയാണ്, ഭക്ഷണം കഴിക്കാതെ അമ്മ ഉപവാസം തുടങ്ങിയാൽ നമ്മൾ തോറ്റുപോകും. തുടർന്ന് കാണുന്നത് അബിയുടെയും പൊന്നുവിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് അജയ് അബിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാൾ കുഞ്ഞിനെ പോലും വിട്ടിട്ട് ജോലിക്ക് പോകുന്നത്, അതിലെന്തോ ഒരു മിസ്റ്ററി ഉള്ളതുപോലെ. അല്ല, ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? ഈ സംസാരം കേട്ടുകൊണ്ട് അപർണ, അതിലിപ്പം എന്തു മിസ്റ്ററിയാണ് അജയ് ഉള്ളത് എന്ന് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത ദിവസത്തെ പുതിയ എപ്പിസോഡിന്റെ വിവരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുകയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ.